നമസ്കാരം സുഹൃത്തുക്കളെ, ധനകാര്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടോപ്പിക്കാണ്. ബീറ്റ് കോയിനിൽ SIP. ബീറ്റ് കോയിൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, അയ്യോ ഇതൊക്കെ വലിയ റിസ്ക് അല്ലേ? അല്ല, SIPയിലൂടെ നമുക്ക് ഈ റിസ്ക് കുറച്ച് അച്ചടക്കത്തോടെ ബീറ്റ് കോയിനിൽ നിക്ഷേപിക്കാം. എങ്ങനെ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി എന്താണ് ബീറ്റ് കോയിൻ SIP എന്ന് നോക്കാം. ആദ്യം എന്താണ് ബീറ്റ് കോയിൻ SIP? SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്തിട്ടുള്ളവർക്ക് ഇത് പരിചിതമായിരിക്കും. നമ്മൾ ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 100 രൂപ, 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ച അല്ലെങ്കിൽ ദിവസം അച്ചടക്കത്തോടെ ബീറ്റ് കോയിനിൽ നിക്ഷേപിക്കുന്നു. വിപണി ഉയരുമ്പോഴും താഴുമ്പോഴും ഈ തുക സ്ഥിരമായി നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ ശരാശരി വാങ്ങൽ വില കുറയ്ക്കാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്നാണ്. ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു 1000 രൂപ ഒരു മാസം വെച്ച് ബീറ്റ് കോയിനിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബീറ്റ് കോയിൻ്റെ പ്രൈസ് 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടുന്നത് 0.002 BTC ബീറ്റ് കോയിനാണ്. അപ്പോൾ പ്രൈസ് താഴോട്ട് പോയി 4 ലക്ഷമായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ഈ 1000 രൂപ മാസം നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന യൂണിറ്റ് 0.0025 BTC ആണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ബീറ്റ് കോയിൻ്റെ വില മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് യൂണിറ്റും, താഴെ പ്രൈസ് താഴ്ന്നു വരുമ്പോൾ കൂടുതൽ യൂണിറ്റും കിട്ടുന്നു. കണ്ടോ? വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ് കിട്ടും, വില കൂടുമ്പോൾ കുറവ് യൂണിറ്റ്. ഇങ്ങനെ ദീർഘകാലത്തിന് നിങ്ങളുടെ നിക്ഷേപം വളരുകയും ചെയ്യും. ഇത് നിക്ഷേപത്തിൻ്റെ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ബീറ്റ് കോയിനിൽ നിക്ഷേപിക്കണം? ബീറ്റ് കോയിൻ SIPയിൽ നിക്ഷേപിക്കണം. എന്തുകൊണ്ട് ബീറ്റ് കോയിനിൽ SIPയിൽ നിക്ഷേപിക്കണം? ഒന്ന്, റിസ്ക് കുറയ്ക്കാം. ബീറ്റ് കോയിനിൽ വിപണി ചാഞ്ചാട്ടമുള്ളതാണ്. SIPയിലൂടെ ഒറ്റയടിക്ക് വലിയ തുക നിക്ഷേപിക്കുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ കഴിയും. ചെറിയ തുക മതി. 100ൻ്റെ SIP പോലും തുടങ്ങാം. ഓട്ടോമേറ്റഡ് ആണ്. ഒരിക്കൽ SIP സെറ്റ് ചെയ്താൽ നിങ്ങളുടെ പണം ഓട്ടോമാറ്റിക്കായി നിക്ഷേപിക്കപ്പെടും. ദീർഘകാല ലാഭം കിട്ടും. അതായത് ബീറ്റ് കോയിൻ്റെ വില ദീർഘകാലത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 500 രൂപ ആഴ്ചയിൽ SIP ആയി 5 വർഷം ചെയ്താൽ ഏതാണ്ട് 7,86,000 വരെ മൂല്യം കിട്ടിയേക്കാം. ഇതൊരു അപ്രോക്സിമേറ്റഡ് കണക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. റിസ്ക് ഉണ്ട്. പിന്നെ ഇനി എങ്ങനെ ബീറ്റ് കോയിനിൽ SIP തുടങ്ങാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ ബീറ്റ് കോയിനിൽ SIP തുടങ്ങാം? ഇത് വളരെ എളുപ്പമാണ്. അതായത് ഒന്ന്, പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതായത് മുഡ്രസ്, CoinDCS, സിപ്പേ, വസീറസ് തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൽ FIUയിൽ രജിസ്റ്റർ ചെയ്ത പ്ലാറ്റ്ഫോമുകൾ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ അടുത്ത നോക്കാനുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത് പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് വിവരങ്ങൾ ഉപയോഗിച്ച് KYC നടപടികൾ പൂർത്തിയാക്കുക. പിന്നെ വാലറ്റിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഇത്. അതായത് UPI, നെറ്റ് ബാങ്ക് വഴി 100 രൂപ മുതൽ 10,000 രൂപ വരെയും നിക്ഷേപിക്കാൻ പറ്റും. അതായത് വാലറ്റിൽ പൈസ നിക്ഷേപിക്കുക എന്ന്. നാലാമത് SIP സെറ്റ് ചെയ്യുക എന്നാണ്. ആപ്പിൽ തന്നെ SIP ഓപ്ഷൻ ഉണ്ടാകും. ആപ്പിൽ തന്നെ SIP ഓപ്ഷനുണ്ട്. അത് തിരഞ്ഞെടുത്ത് ബീറ്റ് കോയിനിൽ
തിരഞ്ഞെടുക്കുക. തുക ഉദാഹരണത്തിന് 500, അതുപോലെ മാസം, ഇത് ആവർത്തി ഇത് എങ്ങനെയെന്നുള്ളത്, എത്ര മാസമാണെന്നുള്ളത് അല്ലെങ്കിൽ ആഴ്ചയാണെന്നുള്ളതും തീരുമാനിക്കുക. പിന്നെ 5-ാമതായിട്ട് പറഞ്ഞാൽ ആരംഭിക്കുക എന്ന്. ആദ്യത്തെ പേയ്മെൻറ്റ് നടത്തി SIP സജീവമാക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി SIPയിൽ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. എന്താണ് ബിറ്റ് കോയിനിൽ SIP ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാവുന്നതാണ്. ഉയർന്ന റിസ്ക് ഉണ്ട് ബിറ്റ് കോയിനിൽ. ക്രിപ്റ്റോ വിപണികളെ വളരെ ചാഞ്ചാട്ടത്തിലുള്ളതാണ് ക്രിപ്റ്റോ വിപണികളെന്ന് പറയുന്നത്. നിയന്ത്രണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ നിയമങ്ങൾ മാറ്റത്തിന് വിധേയമാണ്. അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു അംഗീകൃത ഏജൻസിയുടെ നിയന്ത്രണത്തിലല്ല. ഇന്ത്യയിൽ ക്രിപ്റ്റോ നിയമങ്ങൾ മാറ്റത്തിന് വിധേയമാണ്. അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ നികുതി 30% ക്യാപിറ്റൽ ഗെയിൻ ടാക്സും 1% TDSഉം ബാധകമാണ്. പിന്നെ 4ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ തന്നെ തിരഞ്ഞെടുക്കുക. ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉള്ള സുരക്ഷാ ഫീച്ചറുകൾ ഉള്ള പ്ലാറ്റ്ഫോമുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇത് 2FA സുരക്ഷാ ഫീച്ചറുകൾ ഉള്ള പ്ലാറ്റ്ഫോമുകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. SIP തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെറിയ തുകയിൽ തന്നെ തുടങ്ങുക. അതായത് 100 രൂപയോ 500 രൂപയോ നിന്ന് തുടങ്ങി പിന്നീട് തുക വർദ്ധിപ്പിച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് എന്താണെന്ന് നോക്കാം ചുരുക്കത്തിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ബിറ്റ് കോയിനിൽ SIP തുടങ്ങാൻ ഇനി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ചെറിയ തുകകളിൽ നിന്ന് തുടങ്ങി ദീർഘകാലത്തിൽ വലിയ ലാഭം നേടാൻ കഴിയും. SIP ഒരു മികച്ച മാർഗമാണ്. പക്ഷേ എപ്പോഴും റിസ്ക് മനസ്സിലാക്കി വേണം നിക്ഷേപിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.